ഗൈസ്, നമുക്കൊരു യാത്ര പോയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ പല്ലുവേദനയായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി. തിങ്കളാഴ്ച ഒരു ചെറിയൊരു സർജറി ഒക്കെ പറഞ്ഞു ഡോക്ടർ. എന്നാലും എൻ്റെ കാര്യം നിങ്ങളുടെ ഇറങ്ങി വരൂ. എനിക്ക് ചെറിയൊരു ആവശ്യം, കോയമ്പത്തൂർ വരെ പോവാണ്. അതിൻ്റെ കമ്പനിക്ക് അതുകൊണ്ട് അവിടെ അമ്പലത്തിൽ എന്തൊക്കെയോ തേര് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഈ റോഡ് എത്തിയിട്ടില്ല. കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. നമ്മളൊരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ റോഡ് എത്തും. അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ പല്ലുവേദന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും കാര്യമാക്കുന്നില്ല. വണ്ടി ഒരു ഓപ്പറേഷനല്ല, എടുത്ത് കളയുന്നു പല്ല്. അതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ സഹിക്കും. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണം, അതിൻ്റെ വിഷമത്തിലാണ്. ചായൻ്റെ കോലം കണ്ടോ നിങ്ങൾ? ക്ലീൻ ഷേവ് അടിച്ചിട്ട് എൻ്റെ കെട്ടിടം കണ്ടോ നിങ്ങൾ? മാം ജസ്റ്റ് ചൂട് പോകുമ്പോൾ ഒരു സമാധാനമുണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ നീറ്റമുണ്ട്. അതാണ് പ്രശ്നം. പതുക്കെ 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 കഴിക്കണം, ഇറക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കുന്നത്തൂർ. നമ്മളിപ്പോൾ ഫസ്റ്റ് പോണത് ഇച്ചാൻ്റെ കമ്പനിക്കാണ്, പിന്നെ ആകാശിൻ്റെ വീട്ടിലേക്കാണ്. അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അമ്മ അച്ഛനൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കമ്പനിയിൽ പോയി കമ്പനിയൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചായൻ്റെ കമ്പനിയിലെത്തി. കുറേ വർഷങ്ങളായിട്ട് ഈ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ കൊണ്ട് കാണിക്കണമെന്നൊക്കെ കുറേയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനവിടെ എത്തിയപ്പോൾ ആൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഇതാണ് ഈ ചായ ചെയ്യുന്ന വർക്ക്. നമ്മളുടെ കോഴൽക്കിണറിൻ്റെ വണ്ടിയുടെ ഫുൾ വെൽഡിങ് ആണ് സംഭവം വരുന്നത് കേട്ടോ. അങ്ങനെ ആ വണ്ടിയിൽ വരുന്നത് ബാബുവാണ്. ബാബു ഇവിടുത്തെ ഇച്ചാൻ്റെ കമ്പനിയിലെ ഒരു ആൾ തന്നെയാണ്. പക്ഷെ ആൾ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, പാലക്കാട്ടുകാരൻ തന്നെയാണ്. ആകാശിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും പോയാ പിന്നെ അത് അവൻ്റെ നാളല്ലേ. വീണ്ടും ബാബുവിനെ നമ്മൾ കണ്ടു. എത്ര ഹൈറ്റില. അതാ നമ്മുടെ അനിയൻ ആകാശ്. എന്റെ വേറെ ഒരു അനിയൻ. പിന്നാടി വന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസ് ഞാനിങ്ങനെ ആ ഒഴുക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശനോട് പറയുകയാണ്, നോക്കിക്കോളാം, എൻ്റെ കണ്ണിൽ നിന്ന് പോയാലും നിൻ്റെ കണ്ണിൽ നിന്ന് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില ഒരു അവരെല്ലാം ഹൈറ്റ് കുറവാണല്ലോ, ഓരോ ഇടുക്ക് കഴിക്കൊണ്ടൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഇവരൊക്കെ തന്നെ നല്ല ഹൈറ്റുള്ള ആൾക്കാരായതുകൊണ്ട്. ബാബുവിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണ്, നിങ്ങളെല്ലാം ഹൈറ്റുള്ള ആൾക്കാരെന്ന് നിങ്ങൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് റൈഡിലേക്കാണ്. എന്നെ ആകാശം കൂട്ടിക്കൊണ്ട് പോവാണ്. കയറക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം എനിക്ക് പല്ല് വേദനിച്ചിട്ട് ഡോക്ടർ നാളെ തന്നെ നമുക്ക് സർജറി. അപ്പോൾ അതിന് തലേ ദിവസമാണ് നമ്മളിപ്പോൾ വന്നേക്കണം.
അപ്പോൾ ഈ സംഭവത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ 3 പേരും കയറിക്കോ, 4 പേരും കയറിക്കോ, ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആകാശവും ഒരു ബാബു ആരും സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വെച്ചാൽ നല്ല ടെൻഷനുണ്ട്. ഞാൻ ഇവിടെയൊക്കെ കയറി എനിക്ക് ഓളെടുക്കാൻ പറ്റാത്തതിൻ്റെയാണ് ടെൻഷൻ. ഓളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കയറുമ്പോൾ തന്നെ തൊട്ട് ഓളെടുക്കാമല്ലോ. വായ തുറക്കാൻ പറ്റുന്നില്ല. അതാരണം കൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. അങ്ങനെ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറാൻ നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് കയറാൻ നിൽക്കുന്നത്. അപ്പോഴൊക്കെയാണ് ഫ്രണ്ടിൽ കുറേ തമിഴ് കുഞ്ഞു പിന്നെ ചെറിയ പിള്ളേരുകൾ ഉണ്ട്. പൂക്കി പിള്ളേർ നമ്മൾ മലയാളത്തിൽ പറയും. അവറ്റകൾ കിടന്ന് ഊളിയും ബഹളം ഇട്ടിട്ട് നമ്മളെ ടെൻഷനാക്കി കൊണ്ടിരിക്കും. വെറുതെ അവരുടെ ചെറിയ പിള്ളേരുടെ എൻജോയ്മെൻറ്റ് പല്ലുവേദനയായിട്ട് ഇതിൻ്റെ മേലെ കയറാനാണ് പോണത്. ഫൈനലി ഗൈസ്, നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളിത് റൈഡിലേക്ക് കയറിയപ്പോൾ തൊട്ടടി കിളിയാ പോയി. അപ്പോൾ അമ്മാതിരി സംഭവമായിരുന്നു, സെറ്റായിരുന്നു കേട്ടോ, രക്ഷയില്ല. എനിക്ക് വേറെ റൈഡ് അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പല്ലേക്കിടാൻ്റെ കൊണ്ട് എനിക്ക് ഓളെടുക്കാൻ ഒട്ടും പറ്റിയില്ല. അപ്പം ഞാൻ കുറച്ചേരം കണ്ണൊക്കെ അടച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ ഫീല് പെട്ടെന്ന് കിട്ടിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു സംഭവം കൂടി കഴിക്കാൻ പോകാൻ കേട്ടോ. ഷുഗർ എന്താണ് അതിൻ്റെ പേര്? അവൻ നോക്കണൊക്കെ ക്യാമറയില്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ജിഗർദന്ത എന്ന് പറഞ്ഞ ഒരു ജ്യൂസും കുടിച്ച്. ജ്യൂസൊന്നും അല്ല കേട്ടോ, ഒരു ഷേക്ക് പോലത്തെ ഒരു സംഭവമാണ്. അത് പാൽപ്പാട അതിൻ്റെ ജ്യൂസിൽ അടിപൊളി ഒരു ഐസ്ക്രീം ഇട്ടിട്ടുള്ള സൂപ്പർ സാധനം, അടിപൊളി വേറെ വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കഴിച്ചിട്ട് വെറുതെ ഒന്ന് അങ്ങോട്ടും കൂടെ ചുറ്റി നടന്ന് നമ്മൾ നേരെ ആകാശിൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. കോവിലൊക്കെ പോയി എല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള വരവായതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ആകാശിൻ്റെ ഡ്രസ്സ്, അത് സിസ്റ്റർ ഹൗസ്. ഞങ്ങൾ കിടക്കാൻ പോകണം. ഞങ്ങളിന്ന് അപ്പോൾ നമ്മൾ കിടക്കാൻ പോകണം. പിന്നത്തെ പിന്നെ പരിപാടികളും എൻ്റേതായ രീതിയിൽ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പല്ല് വാങ്ങിച്ചിട്ടും ഞാനൊരു റൈഡിലേക്ക് കയറി. കോളെടുക്കാൻ പോലും പറ്റാണ്ട് ഞാൻ ഏത് ഫീലിങ്സിലാണ് ഇരുന്നത് അറിയത്തില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി, തൃശ്ശൂർ ഹോസ്പിറ്റലിൽ പോയി തിങ്കളാഴ്ച ഒരു സർജറി പറ്റുകയാണ്. പക്ഷെ നല്ല പെയിനുണ്ട്. വർത്തമാനം പറയുമെങ്കിലും ഇത് നല്ല പെയിനുണ്ട്. പിന്നെ ഞങ്ങൾ എൻ്റെ കമ്പനിക്ക് വന്നു, കമ്പനിയൊക്കെ കണ്ടു. ഇത്ര വർഷം ആൾ പണിയെടുത്ത കമ്പനി ഞാൻ കണ്ടു. ആൾക്ക് എന്നെ ഇവിടെ ചുറ്റിക്കാണിച്ചു, ഭയങ്കര സന്തോഷമായി. ഞാനാണ് കാണിക്കാത്തത്, എൻ്റെ ഒരു ബോഡി ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് വെള്ളത്തെ അമ്പലത്തിലൊക്കെ ചുറ്റിക്കറങ്ങി റൈഡിലൊക്കെ കയറി ഇപ്പോൾ സെറ്റായിട്ട് കിടക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞാൻ ചൂട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും രാജാ ബൈ ബൈ.